നമസ്കാരം ഷില്ലോ, ഗുഡ് മോർണിംഗ്. നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഷില്ലോ ഒന്ന് പരിചയപ്പെടുത്തൂ. കൽപ്പറ്റയിൽ എവിടെയാ ഷില്ലോ? മാടക്കുന്ന്, മാടക്കുന്ന്. കാവുമന്നം. ഷില്ലോ എന്ത് ചെയ്യുന്നു? ഒരു ഏജൻസിയിൽ വർക്ക് ചെയ്യുക. എവിടെയാ? പിണങ്ങോട്. ഓക്കെ, ഫൈൻ. ഷില്ലോയുടെ വീട്ടിൽ ഇപ്പോൾ ആരൊക്കെയുണ്ട്? ഉള്ളൂ, പഴയ വീട് വെറുതെ ഇട്ടേക്കുക. പഴയ വീട് വെറുതെ ഇട്ടേക്കുക. അത് വാസയോഗ്യമാണോ? താമസിക്കാൻ പറ്റുമോ? ഇപ്പോൾ ഒരു മാസം അവിടെ പുതിയ വീട്ടിൽ താമസിച്ചിരുന്നു. നല്ല വീടാ, കുഴപ്പമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. അത് ടെറസ് വീടാണോ അതോ ഓടിട്ട വീടാണോ? ഓടിച്ച വീടാ, ഇൻഡസ്ട്രി വർക്ക് ചെയ്യുന്ന നല്ല വീടാ. ചോർച്ചയൊന്നുമില്ലല്ലോ? ചോർച്ചയോ മറ്റു ഒന്നുമില്ലല്ലോ? കുഴപ്പമൊന്നുമില്ലല്ലോ? സൗകര്യമുണ്ട്, നല്ല സൗകര്യമുണ്ട്. ഓക്കെ. ഷില്ലോ, വീടിന്റെ സ്ഥലം കാവുമന്നം അല്ലേ? കൽപ്പറ്റ. കൽപ്പറ്റ കാവുമന്നം. ഈ മേപ്പാടി കാവുമന്നം തമ്മിൽ എത്ര ദൂരം ഉണ്ടാവും ഏകദേശം? എത്രയാ ഷില്ലോ? 7 കിലോമീറ്റർ. 30 കിലോമീറ്റർ ദൂരം. 30 കിലോമീറ്ററിന്റെ പരിധിയിൽ ഓടിട്ട വീട്. എത്ര മുറിയുണ്ട് ഷില്ലോ? 3 റൂമുണ്ട്. ടോയ്ലറ്റ് പുറത്താണ്? ഓക്കെ, കുഴപ്പമില്ല. അവിടെയുള്ള ആളുകളെല്ലാം അതിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ 3 മുറികളുള്ള ടോയ്ലറ്റ് പുറത്തുള്ളൊരു വീട് ഷില്ലോ നമ്മുടെ പുനരധിവാസത്തിന്, താൽക്കാലിക പുനരധിവാസത്തിന് നൽകും അല്ലേ? അതെ. എത്രയാ വാടകയാണ് പ്രതീക്ഷിക്കുന്നത് ഷില്ലോ? നമുക്ക് കുഴപ്പമില്ല, തൽക്കാലം താമസിക്കട്ടെ. ഷില്ലോ, അപ്രീഷിയേറ്റ് യുവർ മൈൻഡ്. കാരണം അത് ഒരു മാതൃകയാണ്. തീർച്ചയായിട്ടും അത് സർക്കാർ തീരുമാനിക്കുന്ന ഒരു വാടക ഷില്ലോയ്ക്കും ലഭിക്കും. അത് ലഭിക്കണം എന്ന് തന്നെ നമ്മൾ പറയുന്നത്. കാരണം അത് ഷില്ലോയ്ക്കും ഒപ്പം അവിടെ താമസിക്കുന്നവർക്കും ഒരു ആത്മവിശ്വാസം നൽകുന്നതാണ്. മനസ്സിലായി ഷില്ലോ. ഈ വിവരം നമ്മൾ സർക്കാരിനെ അറിയിക്കും. ഷില്ലോയുടെ പേര് നമ്മുടെ ലിസ്റ്റിൽ ആദ്യം തന്നെ ഉണ്ടാവും കേട്ടോ. താങ്ക് യു ഷില്ലോ. അപ്പോൾ ഒപ്പം നിൽക്കുക. ഷില്ലോയുടെ മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? കേട്ടില്ല ഷില്ലോ, ഒന്നുകൂടി ഒന്ന് പറയാമോ? ഇടയ്ക്ക് കണക്ഷൻ കട്ടായി പോകുന്നുണ്ട്. മാരേജ് കഴിഞ്ഞിട്ടില്ല. മാരീഡ്? ഷില്ലോ മാരീഡ് അല്ല, ഷില്ലോ ഒറ്റയ്ക്കാണ്. കൂടെയുള്ളത് അമ്മയും സഹോദരങ്ങളും ആണോ വീട്ടിൽ, പുതിയ വീട്ടിൽ? ഓക്കെ. അപ്പോൾ ഒരു കുടുംബമായി മാറും നിങ്ങൾ തീർച്ചയായിട്ടും. താങ്ക് യു ഷില്ലോ, വളരെ നല്ല കാര്യം. അമ്മയോട്ടൊക്കെ ആലോചിച്ചിരുന്നോ വീട് കൊടുക്കുന്ന കാര്യം? അവരൊക്കെ പുറത്തുള്ള എല്ലാവരും പറഞ്ഞു, പെങ്ങളൊക്കെ പറഞ്ഞ്, അനിയും പറഞ്ഞു കുഴപ്പമില്ല കൊടുത്തോളാൻ പറഞ്ഞു. ഓക്കെ, കുടുംബം എല്ലാവരും ഒരുമിച്ചാണ്. താങ്ക് യു. അപ്പോൾ കുടുംബത്തിൽ അനിയൻ്റെയും ആ കുടുംബാംഗങ്ങൾക്കെല്ലാം റിപ്പോർട്ടർ ടിവിയുടെയും വയനാട്ടിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെയും ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഒരു നന്ദി കൂടി അറിയിക്കുന്നു ഷില്ലോ. താങ്ക് യു ഷില്ലോ. ധാരാളം ആളുകൾ വിളിക്കുന്നുണ്ട്. ഷില്ലോയിലാണ് നമ്മളിന്ന് തുടങ്ങിയത്. ഐശ്വര്യമുള്ള തുടക്കമാണ്. ഷില്ലോ പറഞ്ഞത് കേട്ടില്ലേ? ഇത് വാടകയൊന്നും പ്രതീക്ഷിച്ചിട്ടൊന്നുമില്ല. തീർച്ചയായിട്ടും അതിനൊരു മിനിമം വാടകയുണ്ടല്ലോ. പക്ഷെ അതൊന്നും നിങ്ങൾക്ക് അതുകൊണ്ട് ജീവിക്കാനൊന്നും കഴിയില്ല. ആ വീടിനൊരു അത്യാവശ്യ അറ്റകുറ്റപ്പണികളൊക്കെ നടത്താനുള്ള ഒരു മിനിമം പൈസ സർക്കാർ തരും. എന്തായാലും ഷില്ലോയുടെ പേര് നമുക്ക് രേഖപ്പെടുത്താം. ഷില്ലോ കാവുപന്നത്ത് 3 മുറികളുള്ള ഒരു ഓടിട്ട വീട് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബം അതിന് പൂർണ്ണ സമ്മതം മൂളിക്കഴിഞ്ഞു. ഒരു വർഷത്തേക്ക്, പരമാവധി ഒരു വർഷം വരെ വേണ്ടി വരൂ. അതിന് കഴിഞ്ഞാൽ അവർക്ക് സ്ഥിരം വീട്ടിലേക്ക് മാറാൻ സാധിക്കും. സുകുമാരൻ പിള്ള നമുക്കൊപ്പം ചേരുന്നു. പുൽപ്പള്ളിയിൽ നിന്നാണ് സുകുമാരൻ പിള്ള നമുക്കൊപ്പം ചേരുന്നത്. നമസ്കാരം സുകുമാരൻ പിള്ള ചേട്ടാ. നമസ്കാരം ചേട്ടൻ പുൽപ്പള്ളിയിലാണോ? ഞാൻ പുൽപ്പള്ളിയാണ്. പറയൂ. ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ വീട്ടില്. 2 റൂമും ഒരു ഹാളും ഒരു പിന്നെ അടുക്കളയാണ് ഉള്ളത്. ചേട്ടൻ ഒറ്റയ്ക്കേ ഉള്ളൂ? മക്കളും ഭാര്യയൊക്കെ? മക്കളും ഭാര്യയൊന്നും ഇല്ല, ഒറ്റയ്ക്കേ ഉള്ളൂ. പണ്ട് മുതൽ ഒറ്റയ്ക്കാണോ? ഏകനായി ജീവിക്കുകയാണോ? ബാച്ചിലറായി? അതെ. എന്ത് ചെയ്യുന്നു സുകുമാരൻ പിള്ള ചേട്ടൻ? ഞാൻ പറമ്പിലെ കൃഷിപ്പണിയൊക്കെ ആയിട്ട് നടക്കുകയാണ്. അപ്പോൾ ഒരു കുടുംബത്തെ കൂടെ കൂട്ടാം ഒരു വർഷത്തേക്ക്, ബുദ്ധിമുട്ടില്ല? വലിയ ഒത്തിരി ആളില്ലാത്താണെങ്കിൽ കൂട്ടാന്നുള്ള ഒരു കണ്ടീഷൻ വെച്ചിട്ടായിരുന്നു വിളിച്ചത്. ഓക്കെ. അപ്പം 3 മുറികളുണ്ട് വീട്ടിൽ അല്ലേ? 2 മുറിയും ഒരു ഹാളും. 2 മുറി ഒരു ഹാളും. അപ്പോൾ അതിൽ ഒരു മുറിയും ഒരു ഹാളും വിട്ടുകൊടുക്കാൻ പറ്റും അല്ലേ, കൂടെ താമസിപ്പിക്കുമ്പോൾ? ഇതിലുള്ളതല്ലോ ഒരു റൂമിന്റെ ബാക്കി എല്ലാവർക്കും കൂടെ സഹകരിച്ച് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു ചേട്ടാ. ചേട്ടൻ്റെ പേര് നമ്മൾ പറയാം. അപ്പോൾ ചേട്ടനോടൊപ്പമായിരിക്കും. കാര്യം ചേട്ടനും ആ വീട്ടിലുണ്ടാവുമല്ലോ. അപ്പം ഒരുമിച്ച് താമസിക്കാമെന്നുള്ളതാണ് ആലോചിക്കുന്നത് അല്ലേ? അങ്ങനെ വേറെ വീട്ടില്ലാത്തോണ്ടേ എനിക്കിപ്പം മാറിപ്പോകാൻ പറ്റില്ല. മനസ്സിലായി. അതും ഒരു വലിയ മനസ്സാണ് സുകുമാരൻ പിള്ള ചേട്ടാ. സാധാരണ ആൾക്കാർക്ക് അങ്ങനെ തോന്നത്തില്ല. പക്ഷേ എങ്കിലും സഹകരിക്കാൻ പറ്റുന്നതുണ്ടെങ്കിൽ, അതെ, സഹകരിക്കാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും. ഇനി ഒരംഗമൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനൊരു താൽക്കാലികമായിട്ടുള്ളൊരു കൂട്ട് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സുകുമാരൻ പിള്ള ചേട്ടനോടൊപ്പം ആ വീട്ടിൽ കഴിയാം. താങ്ക് യു. സന്തോഷമുള്ള കാര്യമാണ്. ഈ പഞ്ചായത്തിന്റെ ഒരു മേൽക്കോടിന്റെ ഒരു പാസ്സാക്കിയിട്ടുണ്ട്. പാസ്സായി പറഞ്ഞ അവർ കൊടുത്തിട്ടുണ്ട്. ഓഡിറ്റ് വീടാണ് ഇപ്പോൾ ഉള്ളത്. അത് മതി, അതിന്റെ ആവശ്യമുള്ളൂ. ഇപ്പൊ താൽക്കാലികമാണല്ലോ. അതെ
അതെ, അത് പഞ്ചായത്തിൽ നിന്ന് ഏതാണ്ട് പൈസ എല്ലാം കിട്ടും. ഓക്കെ. അത് എപ്പോഴാണ് കിട്ടുന്നതെന്ന് അറിയത്തില്ലേ ഉള്ളൂ. മേൽക്കോട് ആര്യൊക്കെ പോയിരിക്കുന്നോണ്ടേ ആ ആ അത് നമുക്ക് ശരിയാക്കാം. അത് നന്നാ അത് നമുക്ക് ശരിയാക്കാം. എങ്കിലും ആ ഒരു മനസ്സ് ചേട്ടൻ കാണിച്ചല്ലോ, സന്തോഷമുള്ള കാര്യമാണ്. താങ്ക് യു സുമാർ പിള്ള ചേട്ടാ.